ബ്രിട്ടീഷ് മോട്ടോർ മ്യൂസിയം. ചരിത്രപ്രസിദ്ധമായ ബ്രിട്ടീഷ് വാഹനങ്ങളുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശേഖരം. ലോകമെമ്പാടുമുള്ള ഓട്ടോമൊബൈൽ പ്രേമികളുടെ മനസ്സാകർഷിക്കുന്ന ഈ ശേഖരം കാണാനായി നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. ഈ മ്യൂസിയത്തിൽ ഏകദേശം 400-ലധികം വാഹനങ്ങളുണ്ട്. അവയെല്ലാം ക്ലാസിക്, വിൻറ്റേജ്, വെറ്ററൻ, മോഡേൺ ഉൾപ്പെടെയുള്ള വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കാർ നിർമ്മാതാക്കളായ ഫോർഡിന്റെ ചില മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മോറിസ് മിനി മൈനർ ഇതിൻ്റെ ആദ്യ പ്രൊഡക്ഷൻ മോഡൽ. ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസിക് ബ്രിട്ടീഷ് കാർ. കാറുകളുടെ ലോകത്ത് ഒരു പ്രതീകമാണ് റോൾസ് റോയ്സ് സിൽവർ ഷാഡോ 1971. ബ്രിട്ടീഷ് കാറുകളുടെ ആഡംബരത്തെയും സാങ്കേതിക വിദ്യയും ഇത് അടയാളപ്പെടുത്തുന്നു. ഈ വാഹനം ഇപ്പോഴും ഒരു വിസ്മയമാണ്. ഈ മ്യൂസിയത്തിലെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ഡിസൈൻ ആൻഡ് കൺസെപ്റ്റ്സ് സെക്ഷൻ. ബ്രിട്ടീഷ് ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ സമ്പന്നമായ ചരിത്രം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. വിവിധ കാലഘട്ടങ്ങളിൽ ഉടനീളം ഉപയോഗിച്ച വിവിധ ഡിസൈൻ ആശയങ്ങൾ ഇവിടെ പ്രകടമാവും. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ കാർ മോഡലും ബ്രിട്ടീഷ് കാർ നിർമ്മാണത്തിന്റെ വിവിധ ആശയങ്ങളും രൂപകൽപ്പനയും പ്രാധാന്യവും ഉയർത്തിക്കാണിക്കുന്നു. ദ ഫാദർ ഓഫ് ദ കാർ എന്നറിയപ്പെടുന്ന കാൾ ഫ്രീഡ്രിച്ച് ബെൻസ് 1785 നിർമ്മിച്ച ആദ്യ ആധുനിക കാറായിരുന്നു ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഗൺ. വോയ്ച്ചറെറ്റ് വോൾസ്ലിയുടെ ആദ്യ 4-വീൽ കാർ. പിന്നീട് നടന്നത് ചരിത്രം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം തന്നെ വാഹന നിർമ്മാണത്തിൻ്റെ വിപ്ലവത്തിന് സാക്ഷിയായി. ആദ്യകാലത്ത് പ്രചാരത്തിലെത്തിയ ബ്രിട്ടീഷ് കാറുകളിലൊന്നായ വോൾസ്ലി ലളിതമായ സാങ്കേതിക വിദ്യയും പരിമിതമായ വേഗതയും ഉള്ളവയായിരുന്നു. 1910 ബ്രിട്ടീഷ് കാറുകളുടെ ചരിത്രം സാങ്കേതിക വിദ്യയിലും ആധുനികതയിലും വളരെ വിപ്ലവകരമായ മാറ്റങ്ങളും അനുഭവിച്ച ഒരു കാലഘട്ടമാണിത്.
ബ്രിട്ടീഷ് മോട്ടോറിംഗ് പൈതൃകത്തിന്റെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു കാലഘട്ടമായിരുന്നു 1920. മികച്ച എഞ്ചിനുകളും ഗിയർ സിസ്റ്റങ്ങളും ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. കൂടുതൽ ശക്തിയേറിയ എഞ്ചിനുകളും മെച്ചപ്പെട്ട സസ്പെൻഷൻ സിസ്റ്റങ്ങളും നവീന സാങ്കേതിക വിദ്യകളും ആയിരുന്നു 1930കളിലെ ബ്രിട്ടീഷ് മോട്ടോർ വ്യവസായത്തിന്റെ സംഭാവന. സാങ്കേതിക വിദ്യകൾക്ക് പുറമെ ആഡംബരത്തിന് വഴിമാറിയ ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഉയർന്ന നിലവാരത്തിലുള്ള ലെതർ സീറ്റുകളും മനോഹരമായ മരം കൊണ്ടുള്ള ഡാഷ്ബോർഡും യാത്രാസുഖമായിരുന്നു അന്ന് ആഡംബരത്തിന്റെ പര്യായങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് കാർ നിർമ്മാണ വ്യവസായം വലിയ മാറ്റങ്ങൾ കണ്ടത്. സൈനിക ആവശ്യങ്ങൾക്കായി അന്ന് കൂടുതൽ വാഹനങ്ങൾ നിർമ്മിച്ചു. യുദ്ധാനന്തരം പുതിയതും ആധുനികതയും നിറഞ്ഞ മോഡലുകൾ വിപണിയിലെത്തി. 1960കളിൽ പുതിയ ആശയങ്ങളും നവീകരണങ്ങളും കാർ ഡിസൈനിൽ ഉൾപ്പെടുത്തി. കാറുകൾ പൊതുസമൂഹത്തിൽ കൂടുതൽ പ്രചാരത്തിലേക്കെത്തി. കൂടുതൽ ഇന്ധനക്ഷമതയ്ക്ക് പ്രാധാന്യം കൊടുത്തത് ഈ കാലഘട്ടത്തിലാണ്. മെച്ചപ്പെട്ട ബ്രേക്കിംഗ് സിസ്റ്റങ്ങൾ, സീറ്റ് ബെൽറ്റ്, എയർ ബാഗ് തുടങ്ങിയ സുരക്ഷാ സവിശേഷതകൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രചാരത്തിലേക്കെത്തി. 1980കളിൽ കാറുകളിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, ഇലക്ട്രിക് കൺട്രോൾ, ഡിജിറ്റൽ ഡാഷ്ബോർഡുകൾ, അത്യാധുനിക സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് സാങ്കേതിക വിദ്യയുടെയും ആധുനികതയുടെയും ആഡംബരത്തിന്റെയും പരിസ്ഥിതി സൗഹൃദത്തിന്റെയും ഒരു കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു.